അച്ഛനുണ്ടേലും ചെറിയച്ഛനുണ്ടേലും ആരാണേലും ഞാൻ മുന്നേ ഒന്ന് നിൽക്കുക, എന്നെ കടന്നിട്ട് പോയാൽ മതി എന്നാണ് അവരുടെ അത് ഏതൊരു അമ്മയാണെങ്കിലും. അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സാരി എടുത്ത് ആക്ഷൻ ചെയ്യുന്നു, അതുപോലെ വെൽ ടോൺഡ് ആയിട്ട് ഒരു അപ്പിയറൻസ് ആണ്. സോ tell us about the character, your experience, and it's going super hit everywhere കേരളത്തിൽ കൂടെ. അപ്പോൾ എന്ത് തോന്നുന്നു മാം ഈ അവസരത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. മനസ്സിൽ ഇപ്പം നന്ദി എന്നുള്ളൊരു വാക്ക് മാത്രമാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എവിടെ തുടങ്ങണം എവിടെ തീർക്കണം എന്നുള്ള ഒരു പിടിയില്ലാത്തൊരു അവസ്ഥയാണ്. എല്ലാവരും പറഞ്ഞ പോലെ സുഭാഷ് ഇത്രയും ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എഴുതുക എന്ന് പറഞ്ഞത് തമിഴിൽ സാർ മലയാളി എങ്ക ஆடியன்ஸ் நான் மலையாளத்துல தான் பேசுவேன் சார். ശരി, ഒരു പാത്ത് ബ്രേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് സുഭാഷ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് എത്ര പേർക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇതിന്റെ ത്രില്ലിനപ്പുറം, ഇതിന്റെ ആ ഒരു മാസ് എലമെന്റിനപ്പുറം ഒരു ഫീമെയിൽ ലെഡ് ആക്ഷൻ മൂവി എന്ന് പറഞ്ഞ് വളരെ 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 വിരലിലെണ്ണാവുന്ന അത്രയും മൂവീസേ വന്നിട്ടുള്ളൂ. അത് ഓഡിയൻസിന് കൺവിൻസിങ് ആയിട്ട് എത്തിച്ചേർക്കുക എന്നുള്ളത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടും അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു യങ് വുമൺ ഫൈറ്റ് ചെയ്യുന്ന പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ ഒരു 40 കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡിക്കും ഇത്രയും ശക്തമായ ഒരു ക്യാരക്ടർ എഴുതുക, ആ സ്റ്റീരിയോ ടൈപ്പിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നത്, ആ മെസ്സേജ് നമ്മുടെ എല്ലാ വീടുകളിലും എത്തിച്ചേരണം. അതേപോലെ തന്നെ ഈ കുഞ്ഞു കുട്ടീനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഓരോ മക്കൾക്ക്, ഇപ്പം എനിക്കൊരു മോളുണ്ട്, 4 വയസ്സായ ഒരു മകളുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് കാണുമ്പോഴത്തേക്കും എനിക്കും ഒരു ഒരു ജീവിതത്തിനെ നേരിടാൻ, ആൾക്കാരെ നേരിടാൻ, സൊസൈറ്റിനെ നേരിടാൻ ഞാൻ തന്നെ ഒരു സ്ട്രോങ് ആവണം എന്നുള്ളൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. സോ ഈ മാസ് മസാല എല്ലാം, ആക്ഷൻ, ഹൈ ഒക്ടേൻ, എന്ത് വാക്ക് ഉപയോഗിച്ചാൽ പോലും ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മെസ്സേജിങ്ങും ഒരു സൊസൈറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന, അതിൻ്റെ സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യവും കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമായതിൽ എനിക്ക് വളരെ വളരെ അധികം അഭിമാനമുണ്ട്. ഐ എം സോ ഹാപ്പി. ആൻഡ് ഇത് വേർഡ് ഓഫ് മൗത്ത് എന്നുള്ള ഒരൊറ്റൊരു കാര്യത്തിൽ കാരണമാണ് ഇത്രയും ഇതിന് റിസപ്ഷൻ കിട്ടിയിരിക്കുന്നത്. സോ അതിന് മീഡിയയ്ക്കും ഇൻഫ്ലുവൻസേഴ്സ് അല്ലാതെ ചുമ്മാ പടം കണ്ട് ആ ഹരത്തിൽ റീലിട്ട ആൾക്കാർക്കും, ഒவ்வொருത്ത ആൾക്കാർക്കും താങ്ക് യു സോ മച്ച്. ഈ സിനിമ കാണുന്നല്ലേ, മോൾക്ക് വേണ്ടിയുള്ള ഫൈറ്റ്, കുടുംബത്തിലുള്ള ഫൈറ്റ്, ഒരു അമ്മ എന്ന നിലയിലും പോരാളി, ഈ രണ്ടും ഒരുമിച്ചാണ്. മനസ്സിന്റെ ആ കഥയിലും അഭിനയിക്കുമ്പോഴും ആർട്ടിൽ രണ്ടാണ്, അമ്മയാണ് പക്ഷെ ഒരു പോരാളിയാണ്. അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് ഞാൻ പൊതുവെ ജീവിതത്തിൽ സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ മകൾക്കൊന്ന് വരുവാണെങ്കിൽ എന്നെക്കാളും മോശം വേറെ ആരുണ്ടാവില്ല. ഞാൻ അവരെ തീർക്കും, അതിലൊരു സംശയമില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഇമോഷനും. നീലവേണിയും അത് തന്നെയാണ്. അവർക്കും സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവർ എത്രത്തോളം ഫിസിക്കലി മെൻ്റലി ഒക്കെ സ്ട്രോങ് ആണെങ്കിലും നമുക്ക് സമാധാനമായിട്ട് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവളുടെ മകളെ ആരോ തൊട്ട് കളിക്കുമ്പോൾ അച്ഛനുണ്ടേലും ചെറിയച്ഛനുണ്ടേലും ആരാണേലും ഞാൻ മുന്നേ ഒന്ന് നിൽക്കുക, എന്നെ കടന്നിട്ട് പോയാൽ മതി എന്നാണ് അവരുടെ അത് ഏതൊരു അമ്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൽ ഒരു സംശയവും വേണ്ട. മാഡം ഹായ് 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 മാഡം, ഇതിലിപ്പോൾ സാരിയിലാണ് സാരി കൊടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്തത്. മാഡത്തിന് വേണമെങ്കിൽ ചുരിദാറിൽ മതി എന്ന് പറയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് സാരി തന്നെ മതി, ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യും എന്ന് തോന്നിയത് എന്താണ്? അങ്ങനെ ആക്ച്വലി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുഭാഷ് ഞാൻ സംസാരിച്ചായിരുന്നു. ചുരിദാറിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനിൽ ഒരു ഫൈറ്റ് ഷൂട്ടും ചെയ്തതാണ്. പക്ഷെ സാരിയിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫയർ, ഐ മീൻ നോട്ട് ടേക്കിംഗ് അവേ ഫ്രം ഹെർ അറ്റ് ഓൾ, പക്ഷെ സാരിയിൽ കിട്ടുന്ന ആ ഒരു ഫയർ വേറെ ഒന്നിലും കിട്ടില്ല. നമുക്കൊരു ദേവിയുടെ ഒരു രൗദ്ര രൂപമൊക്കെ കാണുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ പരിമിതികളും ഉണ്ട്. സോ കൊറിയോഗ്രഫിയും അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പർ ബോഡി മാത്രമേ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കിക്സും കാര്യങ്ങളും ഒന്നും പറ്റിയില്ല. എനിക്ക് ആ കുറേ കാലുണ്ട്, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല സിനിമയിൽ. പക്ഷേ ആ സ്ക്രീനിൽ കാണുമ്പോൾ ഐ തിങ്ക് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും സാരിയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈൽ, ഒരു ഗെത്ത് വേറെ തന്നെയായിരുന്നു. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ഫോർ സുഭാഷ്. അത്
അത് തന്നെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് എന്നെ കൺവിൻസ് ചെയ്യിച്ചതാണ്. സോ റിയലി ഹാപ്പി ദാറ്റ് ഹി ഡിഡ് ദാറ്റ്. ജീവിതത്തിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനൊരു മനുഷ്യനെ കൈനീട്ടി പോലും അടിച്ചിട്ടില്ല. വായി വെച്ച് പറയും, കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും, പക്ഷെ കൈവിട്ടുള്ള പ്രയോഗം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇനി ചെയ്യൂട്ടോ, ഇനി ചെയ്യും. ഇതിനു വേണ്ടി ഞാൻ ട്രെയിനിങ് എടുത്തു. പക്ഷേ ആ കരാട്ടെ ട്രെയിനിങ്, പക്ഷേ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഫിസിക്കലി സ്ട്രോങ് ആണെന്നുള്ള ഒരു വരുമ്പോഴത്തേക്ക് അകത്തെ കോൺഫിഡൻസ് കൂടും. സോ ഇനി വേണമെങ്കിൽ ഞാൻ ചെയ്യും.